സ്റ്റഡി അബ്രോഡിൽ ചീറ്റിംഗ് ഉണ്ടോ? വാസ്തവത്തിൽ ജോബ് വിസ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പദം വളരെ കോമൺ ആയിട്ട് അറിയുന്നതാണ്. ജോബ് കൊടുക്കാം എന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ വിസ കൊടുക്കാം എന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തു. പക്ഷേ സ്റ്റഡി അബ്രോഡിൽ ഇങ്ങനെ ചീറ്റിംഗ് എന്നുള്ളൊരു പദം നമ്മൾ ഒത്തിരി കേൾക്കാറില്ല. എന്നാൽ സ്റ്റഡി അബ്രോഡിൽ ചീറ്റിംഗ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പേരൻസും കുട്ടികളും മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും ഈ വീഡിയോ കാണുക. അപ്പോൾ ഒന്ന്, നമ്മളിൽ കുട്ടികൾ ഇവിടുന്ന് പഠിക്കാൻ പുറത്തോട്ട് പോകുന്നത് 99% അവർക്ക് ആ രാജ്യത്ത് സെറ്റിലാകാൻ വേണ്ടിയാണ്. ഒരു 1% ആളുകൾ മാത്രമേ ഉള്ളൂ പഠിച്ച ശേഷം തിരിച്ച് നാട്ടിൽ വരാമെന്ന് ഉദ്ദേശിക്കുന്നവർ. അങ്ങനെ അവിടെ പഠിച്ച് അവിടെ സെറ്റിലാകാൻ വേണ്ടിയുള്ള ഒരു പാത്വേ ആയിട്ട് സ്റ്റഡി അബ്രോഡിനെ കൺസിഡർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ പഠിക്കാൻ പോകുന്ന രാജ്യത്ത് ഒരിക്കലും ഒരു PR വാങ്ങി സെറ്റിലാകാൻ കഴിയുന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങളെ അങ്ങോട്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ അത് ചീറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ PR നേടാൻ കിട്ടാൻ സാധ്യതയില്ലാത്ത രാജ്യത്ത് നിങ്ങൾ അതിനുവേണ്ടി പോയി അവിടെ പൊക്കോ, യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് പോകുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചീറ്റിംഗ് ആണ്. നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു, ആ കോഴ്സിനോട് നിങ്ങൾക്ക് പാഷനുണ്ട്, ആ കോഴ്സ് പഠിക്കുന്നത് ആ രാജ്യത്ത് അതിനുശേഷം ആ കോഴ്സിന് അനുബന്ധമായിട്ടൊരു ജോലിയിൽ കയറാൻ വേണ്ടിയാണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ നമ്മൾ ഒരു കോഴ്സ് പഠിക്കാൻ പോയാലും അവിടെ അതൊരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ടായിരിക്കും ആ കോഴ്സ് ആ രാജ്യം അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ അതിനുള്ള തൊഴിലവസരം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ UK അങ്ങനെയാണ്. UK പഠിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും അവിടെ തൊഴിലവസരമില്ല. UK ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ഹബ്ബാണ്. USA പഠിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല. USA ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ഹബ്ബാണ്. അപ്പോൾ നിങ്ങളൊരു കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾക്ക് ആ കോഴ്സിന് അനുസൃതമായിട്ടൊരു ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് എടുത്തോ, നിങ്ങൾക്കൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ അത് ചീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് പാർട്ട് ടൈം കൂടിയേ തീരൂ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്ട്രഗിൾ ഉണ്ട്, പക്ഷേ പാർട്ട് ടൈമിന് ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ കോഴ്സ് എടുക്കുന്നതെങ്കിൽ അത് ചീറ്റിംഗ് ആണ്. ആരെങ്കിലും പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത് ചീറ്റിംഗ് ആണ്. ഇങ്ങനെ സ്റ്റഡി അബ്രോഡിൽ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിലും ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ UKയിലുണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് കോളേജുകളും യൂണിവേഴ്സിറ്റികളും കാനഡയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ എടുത്താൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ കടലാസിൻ്റെ വില പോലും കാണത്തില്ല, ചില ബിൽഡിംഗ് ഒക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യുന്നത് ചീറ്റിംഗ് ആണ്. അങ്ങനെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, രാജ്യം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ പാർട്ട് ടൈമിൻ്റെ കാര്യത്തിൽ, പഠിച്ചിറങ്ങിയ ശേഷമുള്ള തൊഴിലിൻ്റെ കാര്യത്തിൽ, PR-ൻ്റെ കാര്യത്തിൽ, പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ വേൾഡ് റാങ്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ചീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പലപ്പോഴും തിരിച്ചു വരേണ്ടി വരുന്നത്. സോ ട്വിൻസ് അബ്രോഡ് അന്നും ഇന്നും എന്നും നിൽക്കുന്നത് കുട്ടികളുടെ കൂടെയാണ്. ഞങ്ങൾ ഓഫർ ചെയ്യുന്ന കാര്യവും നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളോട് ഏറ്റവും വിശദ കാര്യങ്ങൾ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് മറയില്ലാതെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വിദേശ രാജ്യങ്ങളിൽ പ്ലേസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഞങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് പലപ്പോഴും അഡ്മിഷൻ എടുത്ത് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചീറ്റിങ്ങിൽ, സ്റ്റഡി അബ്രോഡ് ചീറ്റിങ്ങിൽ നിങ്ങൾ പെടാതിരിക്കുക. ഏറ്റവും നല്ല സർവീസ് നിങ്ങൾക്ക് തരാൻ ഞങ്ങളുണ്ട്. സോ പ്ലീസ് കോൺടാക്ട് us. താങ്ക് യു സോ മച്ച്.